ഹെയർ ട്രാൻസ്പ്ലാന്റ് മൂലം വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ 4 മാസമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സനൽ എന്ന് പറയുന്ന ഒത്തിരി പേര് ഈ ഒരു ഇൻസിഡന്റിന്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കൺസേൺസിനെ അഡ്രസ് ചെയ്ത് ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു 7-ാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇത് നോക്കുമ്പോൾ ഭയങ്കര എലിവേറ്റഡ് ആണ് എൻ്റെ ഷുഗർ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ 591 ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഇതുപോലെ ഒരു കൺട്രോൾഡ് റേഞ്ചിൽ പോയിക്കൊണ്ടിരുന്ന ഷുഗർ ഇത്രയും ഷൂട്ടപ്പ് ആയപ്പോൾ എനിക്ക് തന്നെ പേടിയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ ഷുഗർ ഷൂട്ടപ്പ് ആണത്? അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ തന്നിരിക്കുന്ന സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്യൂ, സ്റ്റിറോയിഡ് ഷുഗറും ബി പി ഒക്കെ ഷൂട്ടപ്പ് ആക്കും എന്ന് പറഞ്ഞിട്ട് അവർ തന്ന മെസ്സേജും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഞാനിനി വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയാണെന്ന്. അപ്പോൾ അവർ സമ്മതിച്ചില്ല. സാർ നമ്മൾ തന്നെ റെഡിയാക്കി തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് 10-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 10-ാം തീയതി ഞാൻ അവരുടെ ക്ലിനിക്കിൽ പോയി വാഷിംഗ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലൂർദിൽ പോയിട്ട് അഡ്മിറ്റായി. ലൂർദിൽ പോയി അഡ്മിറ്റായപ്പോൾ അവർ പറഞ്ഞു സ്റ്റിറോയിഡ് കഴിച്ചതുകൊണ്ടാണ് ഷുഗർ കൂടാനും ബി പി എനിക്ക് ലൈഫിൽ ഇതുവരെ വരാത്ത ആളാണ്. 120/80 അപ്പുറത്തേക്ക് പോകാത്തതാണ് എൻ്റെ ബി പി 200 അബോവ് ആയി. അപ്പോൾ അവരോട് നമ്മൾ ഇങ്ങനെ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ കൂടാൻ കാരണം സ്റ്റിറോയിഡ് എടുക്കുന്നത് കൊണ്ട്. ഓക്കെ, നമ്മൾ ഒരു ട്രാൻസ്പ്ലാന്റ് ക്ലയന്റിനെ ടേക്കപ്പ് ചെയ്യുമ്പോൾ വി ഡു പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മൾ ഒരുപോലെ അല്ല കൺസിഡർ ചെയ്യുക. ഓക്കെ, വി ഹാവ് എ ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ അത് ആ ഇൻവെസ്റ്റിഗേഷൻസിൽ എന്തെങ്കിലും വേരിയേഷൻസ് നമ്മൾ കാണുകയാണെങ്കിൽ വി പ്രൊസീഡ് അക്കോർഡിംഗ് ടു ദാറ്റ്. ഈ ഒരു കേസിൽ സ്പെസിഫിക്കലി ഹീസ് ഡയബറ്റിക്. ഹീസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ഹിസ് പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻസിൽ ബ്ലഡ് ഷുഗർ വാസ് അബവ് 130 എന്നുള്ളത്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഹൗ വി പ്രൊസീഡ് ഇസ് വി ആസ്ക് ഹിം ടു ടേക്ക് ഹിസ് ഫാസ്റ്റിംഗ്, പോസ്റ്റ് പ്രാൻഡിയൽ ആൻഡ് HbA1c. ആ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എടുത്തിട്ട് അതിൻ്റെ വാല്യൂസ്, ഒരു ആവറേജ് വാല്യൂ ചെക്ക് ചെയ്തിട്ട് we ask him if he is already on medication. We get a physician's advice to increase the dose of his medicine, or if he is not on medication, we ask him to start on medicines so that after procedure he is not prone to infections like ഒരു ഡയബറ്റിക് ആവുമ്പോൾ we all know we are more prone to infections. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് പ്രൊസീജിയർ നമ്മൾ ഷുഗർ ലെവല് കൺട്രോൾഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക എന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ്. സോ ഹി വാസ് സപ്പോസ് ടു സ്റ്റാർട്ട് ഓൺ ആന്റി ഡയബറ്റിക്, ഓർ ഇഫ് ഹി വാസ് ഓൾറെഡി ഓൺ മെഡിസിൻ ഹി വാസ് സപ്പോസ് ടു ഇൻക്രീസ് ഹിസ് ആന്റി ഡയബറ്റിക് ഡോസേജ്. ഓൾസോ ആഫ്റ്റർ പ്രൊസീജിയർ we should not prescribe steroids to diabetic patients. Diabetic patients steroids contraindicated ആണ്. As he or the doctor was explaining, അവർ കൊടുത്തിരുന്ന steroid കൊണ്ടാണ് ഷുഗർ ലെവൽ 500 above പോയത്. So that obviously explains that steroid is contraindicated in diabetic patients. We here in Dr. Tajni's Medihair do not prescribe steroids especially to diabetic patients, but also to others. നമ്മൾ സ്റ്റിറോയിഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുക. ആഫ്റ്റർ പ്രൊസീജിയർ ഞാൻ എൻ്റെ ക്ലയൻസിനെ എല്ലാവരെയും സ്റ്റിറോയിഡ് ഫ്രീ ആയിട്ടാണ് മാനേജ് ചെയ്യാറ്. ബിക്കോസ് ആസ് വി ഓൾ നോ സ്റ്റിറോയിഡ്സ് ഹാവ് ലോട്ട് ഓഫ് സൈഡ് എഫക്ട്സ്, ആൻഡ് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ആസ് ഇൻ ജനറൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോർ ഇസ്തെറ്റിക് പർപ്പസ് മാക്സിമം സ്റ്റിറോയിഡ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് I can tell you that I have been practicing hair transplant for the last 10 years, and I haven't used steroid to single patient of mine. This was a very unprofessional way of managing a diabetic client. ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ബിരുദം നേടിയ ആൾക്കാരാണോ, അതൊരു ഒഫീഷ്യൽസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിത് ഫേസ്ബുക്ക് ത്രൂ ആണ് ഒരു എൻക്വയറി നടത്തിയത്. പക്ഷേ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു സെയിൽ ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇവർ നന്നായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്തെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ വീക്സും അവർ വിളിക്കും. അങ്ങനെ പല ഡേറ്റുകളും അവർ എനിക്ക് തന്നിരുന്നു. പക്ഷേ ആ ഡേറ്റുകളൊന്നും എനിക്ക് പോയി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം എൻ്റെ സിസ്റ്റർ മരിച്ചു, എൻ്റെ മോളുടെ സർജറി, അങ്ങനെ കുറേ ഇഷ്യൂസാണ്, ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഒരു ഫെബ്രുവരിയിൽ വിളിച്ചിട്ടുണ്ട്, സാർ ഇനിയൊരു പോസ്റ്റ്പോൺമെൻറ്റ് നമുക്ക് പറ്റില്ല, കാരണം ഇത് സെപ്റ്റംബറിലെ എൻക്വയറിയാണ്, ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യണം, അതുകൊണ്ട് സാറ് ചെയ്യണമെങ്കിൽ ഈ മന്തിലും കമ്പൽസറി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് 54,500 ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ജനുവരി കഴിഞ്ഞില്ല സാർ, ഈ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാൻ
ചെയ്യാൻ തയ്യാറായതാണ്. അങ്ങനെ ഫെബ്രുവരിയിൽ ചെയ്യാൻ വേണ്ടി അവർ 26 ഡേറ്റ് തന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നോക്കുന്നത് ഈ ശരത്ത് എന്ന് പറയുന്ന ആൾ തന്നെ വാട്സപ്പ് കോൾ ചെയ്താണ് കൺസൾട്ടേഷൻ നടത്തിയത്. പിന്നെ ആളെപ്പോഴും നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആഡ്സ് വിത്ത് ചീപ്പ് പാക്കേജസ് ഫോർ ട്രാൻസ്പ്ലാന്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അവൈലബിൾ ആണ്. ബട്ട് ആസ് എ ക്ലയൻറ്റ് വെൻ യു ചൂസ് എ ക്ലിനിക് വിത്ത് എ ചീപ്പ് പാക്കേജ് പ്ലീസ് മേക്ക് ഷുവർ ദീസ് പീപ്പിൾ ആർ പ്രൊഫഷണൽ. എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തേണ്ട നമ്പർ 1 തിങ്, നമ്മൾക്ക് പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫൈഡ് ആണെന്നുള്ളത്. Please have the courtesy to check the profile of the doctor. Second thing, ഈ ഡോക്ടർ ഒരു ഫുൾ ടൈം ഡോക്ടറായിട്ട് ഈ ക്ലിനിക്കിലോ ലോക്കലിയോ അവൈലബിൾ ആണെന്നുള്ളതും ഉറപ്പുവരുത്തുക. ബിക്കോസ് ആഫ്റ്റർ ദ പ്രൊസീജിയർ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് പീരീഡിൽ ഇഫ് യു ലാൻഡഡ് ലൈക്ക് സനിലിനെ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഹി ഓർ ഷീ ഈസ് ലോക്കലി അവൈലബിൾ ടു അഡ്രസ് ഇറ്റ്. അത് നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Many of the clinics run with the traveling doctors. And you will be informed that doctor will be traveling for the procedure and going back. In that case, these things happens. When procedure കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ he or she may not be available. Only online consultation may not be sufficient. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുക. മീൻസ് പ്രൊഫഷണൽ ഹാൻഡ്സ് won't let you go the worst. But എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് അറ്റ് ദ ഏർലിയസ്റ്റ് അഡ്രസ് ചെയ്യാൻ പറ്റും. അത് അഡ്രസ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ച് നമ്മൾ ക്ലിനിക്കിൽ ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ 26-ാം തീയതിയാണ്. 26-ാം തീയതിക്ക് മുൻപ് ഞാൻ ആ ക്ലിനിക്കൊന്ന് വിസിറ്റ് ചെയ്യാതിരുന്ന എൻ്റെ ഫോൾട്ടാണ്. കാരണം വിസിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഡോക്ടറുടെ പേര് എന്തുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യാത്തതെന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. ഈ ഡോക്ടറുടെ പേരൊഴികെ വേറെ കുറേ പേരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ആളുകൾ അവിടെ ഇല്ല. ഡോക്ടർ മഞ്ജുനാഥ് അങ്ങനെ എന്തൊക്കെയോ പേരുകൾ അവിടെ ഭിത്തിയിലുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർ ശരത് കുമാർ എന്ന് പറയുന്ന ആളുടെ പേര് അവിടെ ഇല്ല. പക്ഷെ ഞാനത് ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ be vigilant about each and everything because a lot of unqualified practitioners do exist in the sector. ഇൻഫർമേഷൻ തന്നില്ല. ബട്ട് ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അത്ര നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയില്ല. എന്ന് വെച്ചാൽ നമ്മളിത് സക്സസ് റേറ്റിന് വേണ്ടിയിട്ടാണല്ലോ പോണത്. ഇതൊരു ഇൻഫെക്ഷൻ ആവുമെന്നോ ഇതിങ്ങനെ ഇത്രയും മീൻസ് എന്താ പറയുക എന്ന് വെച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ളൊരു ഇതിലേക്ക് പോകും എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് അസസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിങ്ങനെ ഇത്രയും സീരിയസ്. ഒരിക്കലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു പാർലർ പ്രൊസീജിയർ പോലെ അത്ര ഒരു സിമ്പിൾ സില്ലി പ്രൊസീജിയറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഡോണ്ട് എക്സ്പെക്ട് എനിബഡി ക്യാൻ ഗിവ് യു എ വെരി ഗുഡ് റിസൾട്ട് സേഫ്ലി. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. ഈ ലൂർദ് ഹോസ്പിറ്റൽ ഇവരും തമ്മിൽ അത്ര ഡിസ്റ്റൻസ് ഇല്ല. ഇവരെന്നെ ഒന്ന് കാണാൻ വരികയോ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അന്വേഷിക്കുകയോ ഇവർ ചെയ്തില്ല. അപ്പം അങ്ങനെ കുറേ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നൊരു ഇവരെന്തോ ഒരു ഒഴിഞ്ഞു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെ പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ നടന്ന സംഭവങ്ങൾ എന്തായിരുന്നു, ഞാൻ ഇപ്പോൾ ചെന്നു, അവരുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ റീതിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എനിക്ക് മനസ്സിൽ തോന്നിയത്. കാരണം ഡോണ്ട് വെയിറ്റ് ടു റീതിങ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് യു ആർ ഇൻ എ റോങ് പ്ലേസ്. നമ്മളെപ്പോഴും പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും കൺവിൻസ്ഡ് ആവുകയും ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീജിയറിലേക്ക് പ്രൊസീഡ് ചെയ്യാം. Otherwise, we are going to be in trouble. Always discuss in detail about each and every step of the procedure beforehand and proceed only if you are convinced 100%. And also have the courage to stop the procedure. അതിപ്പോൾ സർജറിയുടെ ഇടയിലാണെങ്കിൽ പോലും if you are realizing that some things are not going in the way it was promised to you, have the courage to stop the procedure because otherwise നമ്മളാണ് സ്ട്രഗിൾ ചെയ്യേണ്ടത്. Only thing that we can do is we can do a battle against them, that too at the expense of your time and your health. ഒരു തീരുമാനം എനിക്ക് മനസ്സിൽ തോന്നിയത് കാരണം വേറെ ഉണ്ട്. അപ്പോൾ ഈ സിവിയർ എക്സിമ അല്ലെങ്കിൽ ക്രോണിക് എക്സിമ ഉള്ള ഒരാളുടെ ബോഡിയിൽ അയാൾ ഓൾവേസ് ഈ പറയുന്ന സ്റ്റാഫിലോസ് കോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കാരിയർ ആയിരിക്കും. അതും കുറച്ച് ബാക്ടീരിയ അല്ല, കോളനീസ് ഓഫ് ബാക്ടീരിയാസ് ആണ് ഇയാൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അയാളുടെ ബോഡിയിലൂടെ നമ്മളുടെ ഈ പറയുന്ന 3500 ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആ ഓരോ വൂണ്ടിലേക്കും അത് ഇൻസേർട്ടഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ആണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. ഈ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബോഡി തിന്നുന്ന ബാക്ടീരിയ, അത് ഫ്ലഷ് ഈറ്റിംഗ്. Necrotizing fasciitis is a very dangerous surgery induced infection which commonly appear
ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ദ പ്രൊസീജിയർ ആർ നോട്ട് സ്റ്റെറിലൈസ്ഡ് പ്രോപ്പർലി, അതായത് നമ്മൾ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ കോമൺ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ്. ആംപുട്ടേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരാം, മരണം വരെ